പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ അനലിറ്റിക്സ്, അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ചലഞ്ചസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് കാര്യങ്ങളിലേക്ക് പോയി നോക്കാം. What is data analytics? Data analytics refers to the process of collecting, processing, and analyzing large set of detailed data into gain insight, identify pattern, and support decision making. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ലാർജ് ഡിജിറ്റൽ ഡാറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നമ്മളൊക്കെ പല കാര്യങ്ങളും ഡീറ്റെയിലൂടെ ചെയ്യുമ്പോൾ ആ ഡാറ്റ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആമസോണിൽ കുറെ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പൊ ഈ ഡാറ്റ എന്ത് ചെയ്യും? അവർ കളക്ട് ചെയ്യും, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അത് അനലൈസ് ചെയ്യും. അതിൽ നിന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് കസ്റ്റമറിന്റെ പാറ്റേൺ എന്ത്, കസ്റ്റമറുടെ ബിഹേവിയർ എന്ത്, കൺസ്യൂമർ ഏതൊക്കെ ഗുഡ്സ് ഏതൊക്കെ സമയത്താണ് വാങ്ങുന്നത് എന്നുള്ളതൊക്കെ അവർക്ക് ലഭ്യമാകും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നല്ല ഡിസിഷൻ മേക്കിംഗ് എളുപ്പമായിരിക്കും. ഓരോ സമയത്ത് എടുക്കേണ്ട ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ ഡീറ്റെയിൽ വേൾഡ് വേർ എവറി ഓൺലൈൻ ആക്ടിവിറ്റി ഫ്രം ക്ലിക്ക്, സെർച്ച്, പർച്ചേസ് ടു സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ ജനറേറ്റ്സ് ഡാറ്റ. അനലിറ്റിക്സ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ. എന്നാ പറയുന്നത്, ഓൺലൈൻ ആക്ടിവിറ്റിയിൽ ഓരോ ക്ലിക്കും ഓരോ സെർച്ചും ഓരോ പർച്ചേസും ഓരോ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷനും അത് ഓരോ ഡാറ്റ ആയിട്ട് ജനറേറ്റ് ചെയ്യും. അത് അനലൈസ് ചെയ്യുക, അതൊരു ക്രൂഷ്യൽ റോളാണ്. ബിസിനസ് യൂസ് ഡാറ്റ അനലിറ്റിക്സ് ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ബിഹേവിയർ. കസ്റ്റമറുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ അതിലൂടെ സാധിക്കും. ഇംപ്രൂവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. പേഴ്സണലൈസ് യൂസർ എക്സ്പീരിയൻസ്. യൂസറിന്റെ എക്സ്പീരിയൻസ് പേഴ്സണലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫുഡ് ബ്ലോഗിങ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നമുക്ക് അടുത്തത് ഫുഡ് ബ്ലോഗിങ് വരിക, അതാണ് നമുക്ക് പേഴ്സണലൈസ്. അപ്പൊ പിന്നെ നമുക്ക് യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളായിരിക്കും വരിക. അപ്പൊ കേരളത്തിലാണെങ്കിൽ മലയാളത്തിലായിരിക്കും പരസ്യം വരിക. പേഴ്സണലൈസ് യൂസർ എക്സ്പീരിയൻസ്, predict future trends and make operation more efficient. For example, platform like Amazon or Netflix use data analytics to recommend products or shop based on user history. നമ്മളെ ഹിസ്റ്ററി നോക്കിയിട്ടാണ്. നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് മലയാളം സിനിമയാണ് കാണുന്നെങ്കിൽ നമുക്ക് വീണ്ടും വരുന്ന റെക്കമെൻഡേഷൻ ആയിരിക്കും മലയാളം മൂവി ആയിരിക്കും. നമ്മൾ എന്താണോ ആമസോണിൽ സാധനം വാങ്ങുക അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻ നമുക്ക് വരാം. In short, data analytics is the backbone of decision making. The detail age decision making the backbone data analytics, helping organizations stay competitive, responsive, and innovative. Importance of data analytics on better decision making. Data analytics helps organization make smarter decision by providing clear insight based on actual fact and figures. Actual fact ന്റെയും ഫിഗേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്മാർട്ടർ ആയിട്ടുള്ള ഡിസിഷൻ നമുക്ക് അത് തരും. ഇൻസ്റ്റീഡ് ഓഫ് ഗെസ്സിംഗ്, business use real data to decide what steps to take, which reduce risk and increase success. ഗെസ്സിങ്ങിന് പകരം ബിസിനസ്സിൽ റിയൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് എന്ത് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് എന്താണ് റിസ്ക് റെഡ്യൂസ് ചെയ്യുക, എങ്ങനെ സക്സസിൽ എത്താം എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ ബിഹേവിയർ. ബൈ അനലൈസിംഗ് കസ്റ്റമർ ഡാറ്റ, കമ്പനീസ് ക്യാൻ ലേൺ വാട്ട് ദെയർ കസ്റ്റമേഴ്സ് ലൈക്ക്, ഹൗ ദേ ഷോപ്പ് ആൻഡ് വാട്ട് ദേ എക്സ്പെക്ട്. കസ്റ്റമറുടെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് കസ്റ്റമറെ കുറിച്ച് മനസ്സിലാക്കാനും അതിലൂടെ എന്താണ് അവർ ഇഷ്ടപ്പെടുന്നത്, എങ്ങനെയാണ് അവർ ഷോപ്പിംഗ്, എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഹെൽപ്സ് ഇൻ ഡിസൈനിങ് ബെറ്റർ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് പേഴ്സണലൈസ്ഡ് ആഡ്സ്, ഓരോരുത്തർക്കും വേണ്ട ആഡ്സ് ആയിരിക്കും ഓരോരുത്തരുടെ മൊബൈലിൽ വരിക. ആൻഡ് ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ് വിച്ച് ഇൻക്രീസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയാലിറ്റി, ഇംപ്രൂവ്സ് എഫിഷ്യൻസി. അനലിറ്റിക്സ് ക്യാൻ ഐഡന്റിഫൈ വേർ ടൈം, മണി ഓർ റിസോഴ്സ് ആർ ബീങ് വേസ്റ്റഡ് ഇൻ എ ബിസിനസ്. അനലിറ്റിക്സിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എവിടെയാണ് നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നത്, മണി എവിടെയാണ് വേസ്റ്റ് ചെയ്യുന്നത്, റിസോഴ്സ് എവിടെയാണ് വേസ്റ്റ് ചെയ്യുന്നത്. ബൈ അനലൈസിങ് ഓപ്പറേഷൻ, കമ്പനീസ് ക്യാൻ സ്ട്രീംലൈൻ പ്രോസസ്, കട്ട് ഡൗൺ അൺനെസസറി ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. വർക്ക് മോർ എഫക്റ്റീവ്ലി. പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ട്രെൻഡ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ബിസിനസ്സസ് ക്യാൻ ഫോർകാസ്റ്റ് വാട്ട് മൈറ്റ് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നുള്ള, വിച്ച് പ്രൊഡക്റ്റ് വിൽ ബി ഇൻ ഡിമാൻഡ്, വെൻ സെയിൽസ് മൈറ്റ് ഡ്രോപ്പ്, എന്നാണ് സെയിൽസ് ഡ്രോപ്പ് ആവുക, ഡിമാൻഡ് ഏത് പ്രൊഡക്റ്റിനാന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാവും. അതിലൂടെ എന്താ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ബിസിനസ് ദാറ്റ് യൂസ് ഡാറ്റ അനലിറ്റിക്സ് ക്യാൻ ക്വിക്ലി അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് ചേഞ്ചസ് ആൻഡ് കസ്റ്റമർ നീഡ്സ്. ബിസിനസ്സസ് ഡാറ്റ അനലിറ്റിക്സിലൂടെ ക്വിക്ലി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, മാർക്കറ്റ് ചേഞ്ച് മനസ്സിലാക്കാനും കസ്റ്റമറുടെ നീഡ്സ് മനസ്സിലാക്കാൻ സാധിക്കും. ദിസ് അലോസ് ദം ടു ആക്ട് ഫാസ്റ്റർ ദാൻ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടി ഏറ്റവും ഫാസ്റ്റർ ആയിട്ട് നമുക്ക് അതിലൂടെ കാര്യങ്ങൾ ആക്ട് ചെയ്യാൻ സാധിക്കും. ഓഫർ ബെറ്റർ സർവീസ് ഓഫർ ചെയ്യാൻ സാധിക്കും. ആൻഡ് മെയിൻറ്റെയിൻ സ്ട്രോങ് പൊസിഷൻ ഇൻ ദ മാർക്കറ്റ്. നമുക്കൊരു കാര്യം ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ഒരു മൂവ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് പല മൂവ്മെന്റുകളും എടുക്കാൻ സാധിക്കും. എൻഹാൻസിംഗ് പ്രൊഡക്റ്റ് സർവീസ് ക്വാളിറ്റി, ഇതിലൂടെ നമുക്ക്
കസ്റ്റമറിന്റെ താല്പര്യത്തിനനുസരിച്ച് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റും സർവീസും എൻഹാൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഫീഡ്ബാക്ക് ആൻഡ് യൂസേജ് ഡാറ്റ ഹെൽപ്പ് ബിസിനസ് നോ ഹൗ ദിയർ പ്രൊഡക്റ്റ് ആർ പെർഫോമിംഗ്. ദിസ് ഇൻഫർമേഷൻ യൂസ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും, ഇന്നോവേറ്റീവ് ന്യൂ ഫീച്ചേഴ്സ് ദാറ്റ് കസ്റ്റമർ വിൽ ലവ്. റിസ്ക് മാനേജ്മെന്റ് ഡാറ്റ അനലിറ്റിക്സ് ഹെൽപ്സ് identify risk such as fraud, financial loss or customer dissatisfaction, financial loss, fraud ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ റിസ്കുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. Challenges of data analytics. Data quality issues. Inaccurate, incomplete, inconsistent data can lead to faulty analysis and poor decision making. Accurate അല്ലാത്ത ഡാറ്റ, കംപ്ലീറ്റ് അല്ലാത്ത ഡാറ്റ, കൺസിസ്റ്റന്റ് അല്ലാത്ത ഡാറ്റ, ഈ ഡാറ്റകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ അനാലിസിസ് ഫോൾട്ടി ആയിരിക്കും, അതിലൂടെ പൂർ ആയിട്ട് ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഡാറ്റ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഹാൻഡിലിംഗ് സെൻസിറ്റീവ് ഓർ പേഴ്സണൽ ഡാറ്റ റൈസസ് കൺസേൺ അബൌട്ട് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ഷൻ. സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഡാറ്റ റൈസസ് കൺസേൺ അബൌട്ട് പ്രൈവസിയും പ്രൊട്ടക്ഷനും കൺസേൺ ആണ്. എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ. നമുക്ക് ഇതിലൂടെ കംപ്ലൈൻസ് ഉണ്ടാവും. ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഈസ് എസെൻഷ്യൽ ബട്ട് ഓഫൻ ചാലഞ്ചിങ്. Integration of data from multiple sources. Combining data from various format, platform and system can be technically difficult. വ്യത്യസ്ത ഫോർമാറ്റിലെ വ്യത്യസ്ത പ്ലാറ്റ്ഫോം എന്നുള്ള ഡാറ്റ ആയിരിക്കും, വ്യത്യസ്ത സിസ്റ്റംസ് എന്നുള്ള ഡാറ്റ ആയിരിക്കും. അത് കമ്പനി അത് കൂട്ടിച്ചേർക്കുക. പല രീതിയിലുള്ള പല ഫോർമാറ്റിലുള്ള ഡാറ്റ ആയിരിക്കും. അത് കൂട്ടിച്ചേർക്കൽ കുറച്ച് റിസ്ക് ആണ്. ഓക്കെ. ലാക്ക് ഓഫ് സ്കിൽഡ് പ്രൊഫഷൻ. ഇതിന് വളരെ കൃത്യമായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ ലേണിംഗ് ടൂളുകൾ അറിയുന്ന, പ്രത്യേകിച്ച് പൈത്തൺ, ആറൊക്കെ അറിയുന്ന ടാലന്റ് ആയിട്ടുള്ള ആളുകൾ ആവശ്യമായിട്ട് അത്രത്തോളം ടാലന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളത് സ്കിൽഡ് പ്രൊഫഷൻസിന്റെ ലാക്ക് ഇന്ന് നേരിടുന്നു. ദ ടാലന്റ് ഗ്യാപ്പ് ക്യാൻ ഹിൻഡർ എഫക്റ്റീവ് ഡാറ്റ അനാലിസിസ്. ഹൈ കോസ്റ്റ് ആൻഡ് റിസോഴ്സ് നീഡ്സ്. ഡാറ്റ അനാലിസിസ് റിക്വയർസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, ടൂൾസ്, സ്കിൽഡ് മാൻ പവർ. ഈ ഡാറ്റ അനാലിസിസ് ഒരു കമ്പനിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വളരെ കൃത്യമായിട്ടുള്ള അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിനനുസരിച്ചുള്ള ടൂള്, സ്കിൽഡ് മാൻ പവറിനെ അവിടെ നിയമിക്കേണ്ടി വരും. അതിൽ ഹൈ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഒരു സ്മോൾ ബിസിനസ് ദിസ് കോസ്റ്റ് മേ ബി സിഗ്നിഫിക്കന്റ് ബാരിയർ. കോംപ്ലക്സിറ്റി ഇൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. Drawing accurate insight from complex data set require deep domain knowledge and analytical skill. നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്ത് ഒരു കോംപ്ലക്സ് ഡാറ്റയാണ്, അതിൽ നിന്ന് ഡീപ്പ് നോളജും അനലിറ്റിക്കൽ സ്കില്ലുള്ള ആളുകൾക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. മിസ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യും, റോങ് കൺക്ലൂഷനും റോങ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി റോങ്ങുമായി മാറും. Real time data processing and analyzing large volume of data in real time for timely decision making is technically demanding and requires robust infrastructure. നമ്മൾ റിയൽ ടൈം ആയിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് ടെക്നിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ അതിന് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വേണം. റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഓർഗനൈസേഷൻ may resist adopting data driven approach due to cultural structural inertia. നിലനിൽക്കുന്ന സ്ട്രക്ചറിലുള്ള ആ പ്ലേസിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അഡോപ്റ്റ് ചെയ്യുന്നതിന് ഓർഗനൈസേഷൻ ചിലപ്പോൾ തടസ്സം ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിന്റെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയും മറ്റൊക്കെ തരുന്ന ഒരു മേഖലയാണ് ഡാറ്റ അനലിറ്റിക്സ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.